ഉപനിഷത്തുക്കൾ എന്ന് ബഹുവചനത്തിൽ നമ്മൾ പറയുമ്പോൾ അതിനാൽ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമാക്കുന്നത് ഉപനിഷത്തിനെ ഉപദേശിച്ച ഗ്രന്ഥങ്ങളെയാണ്. ഇപ്പോൾ ചിലർക്ക് സംശയം ഉണ്ടാവും, അതെന്താ ഇങ്ങനെ പറയണേ? ഉപനിഷത്തുക്കൾ എന്ന് ബഹുവചനം പറയുമ്പോൾ ഉപനിഷത്തിനെ ഉപദേശിച്ച ഗ്രന്ഥങ്ങളെയാണെന്ന് എന്താ പറയണത്? കാരണം ഉപനിഷത്ത് എന്ന ഏകവചനത്തിൽ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അതിനാൽ അർത്ഥമാക്കുന്നത് ബ്രഹ്മവിദ്യയാണ്, വേദാന്തമാണ് ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യ ഒന്നേ ഉള്ളൂ, പലതില്ല. അപ്പോൾ ഏകവചനത്തിൽ ഉപനിഷത്തെന്ന് പറഞ്ഞാൽ അത് ഗ്രന്ഥമല്ല, മറിച്ച് യാതൊരു വിദ്യയെ തന്നുള്ളിൽ സാക്ഷാത്കരിക്കുന്നതിലൂടെ അജ്ഞാനം തീർത്തും നശിക്കുന്നുവോ, കർമ്മബന്ധനം ക്ഷയിക്കുന്നുവോ, മോക്ഷഗതിയെ പ്രാപിക്കുന്നുവോ ആ വിദ്യയാണ് ഉപനിഷത്ത്. ഭഗവാൻ ഭാഷ്യകാരൻ ഈ മുണ്ടകോപനിഷത്തിൻ്റെ ഭാഷ്യത്തിൽ തന്നെ ഉപനിഷത്ത് ശബ്ദത്തെ നിർവചിച്ചിട്ടുണ്ട്. യ ഇമാം ബ്രഹ്മവിദ്യാം ഉപയന്തി ആത്മഭാവേന ശ്രദ്ധാഭക്തി പുരസ്സരാः സന്തഃ തേഷാം അവിദ്യാദി ഗർഭജന്മജരാരോഗാദി അനർത്ഥപൂകം നിശാതയതി പരം ബ്രഹ്മവാ ഗമയതി കർമ്മ അത്യന്തം അവസാദയതി ഇതി ഉപനിഷത്. ഇതിൽ പരം ഉപനിഷത് അർത്ഥത്തെ സുവ്യക്തമായി പറയാൻ മറ്റൊരാൾക്ക് സാധ്യമല്ല. യാവരാണോ ഈ ബ്രഹ്മവിദ്യയെ, യ ഇമാം ബ്രഹ്മവിദ്യാം, യാവരാണോ ഈ ബ്രഹ്മവിദ്യയെ ഉപയന്തി അടുത്ത് പ്രാപിക്കുന്നത്. ഈ അടുത്ത് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാ? നമ്മുടെ ഉള്ളിൽ, നമുക്കുള്ളിൽ ഹൃദയബന്ധം ഉപനിഷത്തുമായി ഉണ്ടാക്കുന്നത് എങ്ങനെ? ആത്മഭാവേന, ആത്മഭാവേന പൂർണ്ണമായിട്ട്. ഇവിടെ രണ്ട് ഉപസർഗങ്ങൾ വന്നു. ഒന്ന് ഉപ, രണ്ട് നി. ഉപ സമീപം, നി പൂർണ്ണമായിട്ട്. തേഷാം അവരുടെ അവിദ്യാദി ഗർഭജന്മജരാരോഗാദി അനർത്ഥപൂകം നിശാതയതി. അവിദ്യയിൽ ആരംഭിക്കുന്ന അനർത്ഥ സമൂഹത്തെ, അനർത്ഥപൂകം അനർത്ഥ സമൂഹത്തെ. ഏതാണ് അനർത്ഥ സമൂഹം? ഗർഭ ജന്മ ജരാരോഗാദി. ഗർഭവാസം, ജന്മക്ലേശം, ജരാക്ലേശം, രോഗക്ലേശം തുടങ്ങിയവയെ നിശാതയതി തീർത്തും ഇല്ലാതാക്കുന്നു. പരംബ്രഹ്മവാ ഗമയതി പരംബ്രഹ്മത്തിലേക്ക് പ്രാപിപ്പിക്കുന്നു. കർമ്മ അത്യന്തം അവസാദയതി കർമ്മത്തെ തീർത്തും ക്ഷയിപ്പിക്കുന്നു എന്നാണ് ഉപനിഷത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പം എന്തായി? ഉപ അധികം നീ അധികം ഷദ്ള് വിശരണഗത്തി അവസാദനേഷു എന്നുള്ള ധാതു. ഷദ്ള് ധാതുവിന് മൂന്നർത്ഥങ്ങളാണ് പാണിനി മഹർഷി സ്മരിക്കുന്നത്. ഒന്ന് വിശരണം, നാശം. രണ്ട് ഗതി, ഗമനം. മൂന്ന് അവസാദനം, ക്ഷയം. അപ്പോൾ ഈ അർത്ഥം മുഴുവൻ വന്നു. ഇത്യുപനിഷത്ത്. ഇതാണ് ഉപനിഷത്ത്. അപ്പം ആ അർത്ഥത്തിൽ അനേക ഉപനിഷത്തുക്കളില്ല. ബ്രഹ്മവിദ്യ ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രം. രണ്ട് ബ്രഹ്മവിദ്യയില്ല. അതുകൊണ്ട് ബ്രഹ്മവിദ്യകൾ എന്ന് പറയരുത്. ഈശ്വരന്മാർ എന്ന് പറയുന്ന പോലെ ഈശ്വരന്മാർ എന്ന് പറയരുത്. ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. ദൈവങ്ങൾ എന്ന് പറയാം. ദൈവതകൾ കോടിക്കണക്കിനുണ്ട്.